വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലുലുവിൽ പോകാനായിട്ട് ഞങ്ങൾ റെഡി ആവുക കേട്ടോ. വേദ ഷൂസിനെയൊക്കെ കുത്തി കയറ്റുകയാണ്. അപ്പോൾ ഏട്ടൻ വരികയാണ്. ഞാൻ പറഞ്ഞു ഏട്ടൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഏട്ടൻ ഫോണും ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഏട്ടനെ നോക്കി ഞാൻ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇതിന് എപ്പോൾ പോകും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഏട്ടൻ കുറേ സമയം ഫോണും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു റീൽസൊക്കെ എടുത്തു. പോവാന്ന് ബഹളം വയ്ക്കും. ഇറങ്ങിയിട്ട് പിന്നെ കുറേ സമയം ഫോണും കൊണ്ട് നിൽക്കും കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ലുലുവിൽ പോകുന്നതിന് മുന്നേ നേരെ കഴക്കൂട്ടത്തുള്ള ഒരു ഫ്ലാറ്റ് നോക്കണമായിരുന്നു. അങ്ങനെ വന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്നുള്ളത്. ഞങ്ങളവിടെ വീട് വാങ്ങുന്നതിന് മുന്നേ ഒന്ന് നോക്കിയതാട്ടോ ഫ്ലാറ്റ് വാങ്ങാനായിട്ടൊക്കെ. പക്ഷേ എന്തോ നമ്മളെ കൊണ്ട് പറ്റില്ല, ഫ്ലാറ്റിലെ ലൈഫ് സ്റ്റൈലൊന്നും പറ്റില്ല എന്ന് കരുതിയിട്ടാണ് വീട് വാങ്ങിയത്. എങ്കിലും ഒരാഗ്രഹം. ഇതുവരെ ഫ്ലാറ്റിൽ ജീവിച്ചിട്ടില്ല. കണ്ടും കേട്ടുള്ള അറിവിൽ എനിക്കെന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഫ്ലാറ്റിനോട്. അപ്പോൾ ഇതിപ്പോൾ ഫ്ലാറ്റ് വാങ്ങാനൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് നോക്കാനായിട്ട് വന്നതാണ്. ഇവിടെ കഴക്കൂട്ടത്ത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് കിടക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി നേരെ വന്നതാട്ടോ. ചിലപ്പോൾ നോക്കി നമ്മൾ വാങ്ങിയാലോ. ഇതുപോലെയാണ് ബുള്ളറ്റ് നോക്കി അവസാനം വാങ്ങിയേട്ടോ. എന്തായാലും എന്തെങ്കിലും ഒരിക്കൽ വാങ്ങുമായിരിക്കും. പക്ഷേ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എന്നുള്ള ബഡ്ജറ്റ് ഞങ്ങളതിലില്ല കേട്ടോ. ജസ്റ്റ് നോക്കാനായിട്ട് വന്നതേ ഉള്ളൂ. ഇത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാറ്റാണ്, 2 BHK കേട്ടോ. അപ്പോൾ കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരുവോളം കിട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുന്നോളം നമുക്ക് ആഗ്രഹിക്കുന്നതിന് ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഫർണിഷ്ഡൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഫുൾ പണി നമ്മൾ ചെയ്യണം കേട്ടോ. ഈവൻ ലൈറ്റ്, ഫാൻ ഒന്നുമില്ല. ഇതെല്ലാം വേണമെങ്കിൽ നമ്മൾ ചെയ്യണം. പക്ഷേ സംഭവം കൊള്ളാം. പ്രോപ്പർ കഴക്കൂട്ടത്തായിരുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്രോപ്പർ കഴക്കൂട്ടം, അതായത് ടെക്നോ പാർക്കിൽ നിന്നൊരു ജസ്റ്റ് 2 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കിടക്കണമെന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് കാണാനായിട്ട് വന്നതാട്ടോ. പക്ഷേ സംഭവം കൊള്ളാം. കുറച്ച് ഫർണിഷ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടു. താഴെ പ്ലേ ഏരിയ, ജിമ്മ്, സ്വിമ്മിങ് പൂള്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും താഴെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോഴും കണ്ടപ്പോഴും വീഡിയോസൊക്കെ ഈ ഫ്ലാറ്റിൻ്റെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ജസ്റ്റ് ലുലു വരെ വന്നേല്ലേ, ഒന്ന് ഇവിടെ വരെ വന്നേക്കാന്ന് കരുതി ജസ്റ്റ് വന്നു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഉടനടി എന്തായാലും വാങ്ങുന്നില്ല. ജസ്റ്റ് നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഇതിൽ നിങ്ങളൊന്ന് കാണിക്കാൻ കൂടി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കാണിച്ചത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വിട്ടു. അത്യാവശ്യം ഒന്ന് ലുലുവിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി തിരക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വലിയ തിരക്കുണ്ടാവില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ഏട്ടൻ പറഞ്ഞു ചായ കുടിക്കണം, വീട്ടിൽ നിന്ന് ചായ കുടിക്കാണ്ടാണ് ഇറങ്ങിയത്. ചായ കുടിക്കണം, ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കും അതാണല്ലോ കാര്യം. ഫുഡ് കോർട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളും ചായ വേണ്ടെങ്കിലും അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വാങ്ങാം എന്ന് കരുതി നമ്മൾ ഏട്ടൻ്റെ പിറകെ വിട്ടു കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മെക്ഡിന്ന് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേദയ്ക്ക് ഒരു ഐസ്ക്രീമേ വാങ്ങിയുള്ളൂ. എനിക്ക് ഐസ്ക്രീം വേണ്ട, വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി. അപ്പോഴാണ് നമ്മുടെ സ്ഥിരം ഒരു ഫോളോവർ അഖില എന്നാണ്, അവരുടെ പ്രൊഫൈൽ നെയിമൊക്കെ അഖില എന്നാണ്, എന്നോട് പറഞ്ഞു ചേച്ചി ട്രിവാൻഡ്രത്ത് എവിടെ ബോബ ടീ കിട്ടും എന്നുള്ളത് വീഡിയോ ചെയ്യുമോ. അവർ പുറത്തെവിടെയാണ് കേട്ടോ, ദുബായിലോ ഒമാനിലോ അവിടെ എവിടെയോ ആണ്. പുറത്തെവിടെയാണ്, ട്രിവാൻഡ്രത്തല്ല. പക്ഷേ ട്രിവാൻഡ്രത്തുള്ളവരാണെന്ന് തോന്നുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, ഉടനെ വരുന്നുണ്ട്, ഈ മന്ത് വരുന്നുണ്ട്. എവിടെ കിട്ടുമെന്ന് ഒന്ന് പറയൂ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പറയാം, ട്രിവാൻഡ്രത്ത് ലുലുവിലൊക്കെ ഉണ്ട്, ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ റിമൈൻഡ് ചെയ്തു അഖില, ചേച്ചി ഞങ്ങൾ ഈ മന്ത് വരുന്നുണ്ട്, ഒന്ന് ബോബ ടീയുടെ അരി ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ബോബ ഷേക്ക് പെട്ടത് കേട്ടോ. ഐസ്ക്രീം ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇവിടെയാണ് ഈ ബോബ ഷേക്കിൻ്റെ ഇതുള്ളത് കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ദിവസം വന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണ്ടും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കുക്കി ക്രംബിൾ ബോബ അതാണ് ഓർഡർ ചെയ്തത് കേട്ടോ. എനിക്ക് അത്ര താല്പര്യമില്ല ബോബ. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണേ വാങ്ങിയുള്ളൂ. വേദ ഐസ്ക്രീം വാങ്ങിയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ വാങ്ങിയുള്ളൂ. അപ്പോൾ അഖില ലുലു മോളിൽ ഐസ്ക്രീം ഷെഫ് എന്ന് പറഞ്ഞാൽ അവിടെ ബോബ ടീ കിട്ടും. അല്ല എങ്കിൽ കവടിയാർ ഒരു സ്ഥലത്ത് കിട്ടും കേട്ടോ. ആ ഷോപ്പിൻ്റെ പേര് ബാവോ ടൗ അങ്ങനെ എന്തോ ആണ്. കവടിയാർ അവൈലബിൾ ആണ്. ബോബ ടീ ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ വരും. ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലമുള്ളത് പട്ടത്തുള്ള കഫേ ബോബ ക്വീൻ, ആര്യ സെൻട്രൽ സ്കൂളിനടുത്തായിട്ട് അവിടെയും കിട്ടും കേട്ടോ. അപ്പം ബോബ
ടി ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ വരും, അല്ലെങ്കിൽ ലുലു മോളിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ ഇതാണ്. അപ്പോൾ അഖിലയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബോബ ടീ സത്യം പറഞ്ഞാൽ വാങ്ങിയത്. പക്ഷേ വേദ ഹാപ്പി ആയിട്ടോ. വേദയ്ക്ക് ഐസ്ക്രീമും കിട്ടി, ബോബ ടീയും കിട്ടി. പക്ഷെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ബോബ ടീ ആയിരുന്നു. ആ ബോബ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല, പക്ഷേ ആ കുക്കി ആൻഡ് ക്രീം ഷേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വില 215 ആയിരുന്നു. 215 രൂപയാണ് ഈ ഒരു ബോബ ടീയുടെ വില. സാധാരണ ബോബ ടീക്ക് വില കൂടുതലാണ്, അപ്പോൾ അതനുസരിച്ച് ഓക്കെയാണ് കേട്ടോ. ഇതൊന്നും വേണ്ട ഏട്ടന് നമ്മുടെ പഴക്കേക്കും ചായയും മാത്രം മതി. നാടൻ സാധനങ്ങളോടാണ് ഏട്ടന് താല്പര്യം. ഈ വക സാധനങ്ങളൊന്നും ഏട്ടൻ കഴിക്കാറുമില്ല. ചിലപ്പോൾ ടേസ്റ്റ് ചെയ്താലായി, അല്ലാതെ ഇല്ല. അപ്പോൾ എനിക്കും വേദയ്ക്കും കൂടെ കുടിക്കാൻ ടഫായത് കൊണ്ട് ഞാൻ അവിടെ നിന്നൊരു ടീ കപ്പ് വാങ്ങിയിട്ട് അതിലേക്ക് പകുതി ഒഴിച്ച് വേദയ്ക്കും ഞാനും കൂടെ ആയിട്ട് 50-50 ആയിട്ട് കഴിച്ചു കേട്ടോ. കൊള്ളായിരുന്നു, സംഭവം കൊള്ളായിരുന്നു. വേദയ്ക്ക് കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കപ്പിനെ എടുത്ത് ബാഗിലൊക്കെ ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അതിന് സേഫായിട്ടൊക്കെ വെക്കുന്നതുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇതുപോലെ മാക്സ്, പാൻലൂൺ, സുഡിയോ അങ്ങനെ എല്ലാം കയറി ഇറങ്ങിയിട്ട് കണ്ണിൽ പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന സാധനം ഇട്ടൊക്കെ നോക്കി കൊള്ളാമെങ്കിൽ വാങ്ങും കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥിരം പരിപാടി. ഇതിനാണ് ലുലുവിൽ വരുന്നത്. എല്ലാ കടകളിലും മിക്കവാറും കയറും കേട്ടോ. മാക്സും സുഡിയോ എല്ലാ കടകളിലും കയറി ജസ്റ്റ് ഒന്ന് കാണുന്നത് ഇഷ്ടപ്പെടും, അതിനെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കും. ഇത് ഏട്ടന് വേണ്ടിയിട്ട് ഷർട്ട് നോക്കുന്നത് കേട്ടോ. ഈ ഷർട്ട് വാങ്ങി കേട്ടോ. എന്നിട്ട് നേരെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഏട്ടൻ അവിടെയൊക്കെ വീണ്ടും കറങ്ങി നടക്കുകയാണ്. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇവിടെ മാത്രം കിട്ടുന്ന കുറച്ച് 1-2 സാധനങ്ങളുണ്ട്. അതൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞു ട്രോളിയൊക്കെ എടുത്ത്, വലിയ ട്രോളിയുടെ ആവശ്യം നമുക്കില്ല, നമുക്ക് കുഞ്ഞു ട്രോളിയുടെ ആവശ്യമുള്ളൂ. കാണുമ്പോൾ എല്ലാ സാധനം വേണം എന്ന് തോന്നുമെങ്കിലും നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ വേദ എനിക്ക് വേണ്ടി വീഡിയോ എടുക്കാനായിട്ട് എവിടെ പോയി നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു മതി, എടുത്തത് വാന്ന് വിളിക്കുകയാണ്. അപ്പോൾ വേദയുടെ കണ്ണിൽ എന്തോ പെട്ടെന്നോട് പറഞ്ഞു, അതേ അവിടെ നോക്കുക, നമുക്ക് ബ്ലൂബെറിയോ ബ്ലാക്ക്ബെറിയോ എന്തോ വേണമെന്ന് പറഞ്ഞു. ഈ സെക്ഷനിലാണ് അവിടെ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ സാധനം അവിടെ ഇല്ല. പകരം പഴുക്കാത്ത റംബുട്ടാനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ റംബുട്ടാനൊക്കെ നമുക്ക് പുറത്തും നല്ല വില കുറവിൽ നല്ല സാധനം വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ റംബുട്ടാനൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മുടെ ഹണി കേക്ക്, ഇപ്പോൾ വന്നാലും വാങ്ങുന്ന സാധനങ്ങളിലൊന്നാണ് ഹണി കേക്ക് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് വേദ കുബൂസ് എടുക്കുക കേട്ടോ. പണ്ട് ഞങ്ങൾ സ്ഥിരം വാങ്ങുമായിരുന്നു, പിന്നെ അതങ്ങ് വാങ്ങില്ല, എൻ്റെ കൊണ്ടുള്ള ഇഷ്ടം പോയി. അപ്പോൾ വേദയുടെ ഫ്രണ്ട് അഥർവ കുബൂസും മയണൈസും കൊണ്ടുവന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നു അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ കുബൂസ് വാങ്ങി. അത് കഴിഞ്ഞ് നേരെ കുനാഫ. ഞാനിപ്പോൾ 1-2 സ്ഥലങ്ങളിൽ നിന്ന് ട്രൈ ചെയ്തതിൽ ബെറ്റർ ചോയ്സ് ഇവിടുത്തെ ലുലുവിലെ കുനാഫയാണ്, എനിക്ക് മനസ്സിലായി. നല്ല കുനാഫയാട്ടോ ഇവിടുത്തത്. എപ്പോഴും 100 ഗ്രാമാണ് വാങ്ങാറ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 200 ഗ്രാം വാങ്ങാമെന്ന് എഴുതി കുറച്ച് കൂടുതൽ വാങ്ങി. എന്നിട്ട് ഞാൻ ഡയറ്റില്ലേ, ഈ സാധനമൊക്കെ എന്തിനാണ് ആവശ്യമില്ലാണ്ട് വാങ്ങിയെന്ന് പിന്നീട് ചിന്തിച്ചു. അതത്ര ഇരുന്ന് കഴിക്കുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഡയറ്റ് തെറ്റിപ്പോകുന്നത്. എനിക്ക് സ്വീറ്റ്സ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. എന്നിട്ട് വേദയ്ക്കൊരു ചോക്ലേറ്റ് ടിപ്പ് വാങ്ങണമെന്ന് പറഞ്ഞു, അതും വാങ്ങി കേട്ടോ. അതും വാങ്ങി. എന്നിട്ട് നേരെ അടുത്ത് ഷേക്കുകൾ ഇങ്ങനെ ഇതിൽ വെച്ചിരിക്കും. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള കോൾഡ് കോഫി, മുഹബത്ത് കാ സർബത്ത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ചിക്കു ഷേക്ക് ഒരെണ്ണം വാങ്ങി. പിന്നെ വേദ പറഞ്ഞ പോലെ നമ്മുടെ കുബൂസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവൾക്ക് മേണേസ്, പനീർ സാലഡ്, പിന്നെ സോസേജ് സാലഡ് അങ്ങനെയൊക്കെയുള്ള വാങ്ങി. പിന്നെ ഫിഷ് ഫിംഗർ വാങ്ങി. ഇതൊക്കെയാണ് ഇവിടെ വന്നാൽ സ്ഥിരം വാങ്ങുന്നത്. മെയിനായിട്ട് നമ്മുടെ ഹണി കേക്ക്, കുനാഫ, പിന്നെ സാലഡ് സെക്ഷനിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ മാക്രോണി സാലഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ അതിപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ ഞാൻ മയണൈസിന് പകരം ഇവിടെ നിന്ന് വാങ്ങുന്ന സാധനം ഗാർലിക് സോസാണ് കേട്ടോ. അത് സെയിം മയണൈസിൻ്റെ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആരോ എന്നോട് ചോദിച്ചു, ചേച്ചി മയണൈസ് എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ എന്തോ ഒരു തെറ്റ് പോലെ റോങ് ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ്. ശരിക്കും അത് മയണൈസ് എന്നാണ് പറയുന്നത്, മയോണൈസ് അല്ല കേട്ടോ, മയണൈസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വേദയുടെ ചോക്ലേറ്റ് ഡിപ്പ് കൊള്ളായിരുന്നു, ഒരെണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അത് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഈ കള്ളൻ ഏട്ടൻ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയോ? ഇപ്രാവശ്യം വന്നത് ബ്രിക്ക് ആൻഡ് സ്റ്റോക്കിൽ നിന്ന് ചപ്പൽ വാങ്ങാനായിട്ടാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് വന്ന് നോക്കി വെച്ചിട്ട് പോവാണ്. കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞ് ബാക്ക് വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഓൾറെഡി ഉണ്ട് ചപ്പൽ. ഏട്ടൻ യൂസ് ചെയ്യുന്ന തന്നെ ക്രോക്സിൻ്റെയും കൊളംബിയയുടെയൊക്കെ ഷൂസും ചപ്പലും ഒക്കെയാണ്. എന്നിട്ട് വീണ്ടും ഈ പൈസ കൊടുത്ത് എന്തിനാണ് സാധനങ്ങൾ വാങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു സാധനം കണ്ടു പോയാൽ ഏട്ടൻ ആ സാധനം സ്വന്തമാക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഏട്ടനിടുന്ന ജീൻസായാലും ഷർട്ടാണ്
എപ്പോഴും എൻ്റെ കൂടെ കൂടിയിട്ടാണ് എപ്പോഴും പറയും നിൻ്റെ കൂടെ കൂടി ഞാൻ ഇങ്ങനെ ഷർട്ടൊക്കെ ഏട്ടൻ ബ്രാൻഡഡ് അല്ലാതെ ഇടത്തില്ലായിരുന്നു. ഇപ്പം എന്നോട് കൂടി ഞാൻ പറഞ്ഞു കാരണം വർക്കിനൊക്കെ പോകുമ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഡെയിലി വെയറിന് ഇത്രയും ബ്രാൻഡഡ് വാങ്ങിയിട്ട് അത് വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം ഇത്രയും വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ ചപ്പലെന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, കുറച്ച് നാൾ കിടക്കും. ഷർട്ടൊക്കെ ഒരു 2 വാഷ് ചെയ്യുമ്പോൾ ഫെയ്ഡായി, അത് വാഷ് ചെയ്യാണ്ട് ഇടാനും പറ്റത്തില്ല. ഷൂട്ടിനൊക്കെ പോയിട്ട് വന്നത് വാഷ് ചെയ്യാൻ ഫെയ്ഡായി, വെറുതെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഷർട്ട് മാത്രമാണ് ഏട്ടൻ ബ്രാൻഡഡ് അല്ലാതെ യൂസ് ചെയ്യുന്നത്, ബാക്കി എല്ലാം ബ്രാൻഡഡാണ്. ഏട്ടൻ എന്നോട് കൂടി ബ്രാൻഡഡ് യൂസ് ചെയ്യാറുമായി, ഞാൻ ഏട്ടനോട് കൂടി ബ്രാൻഡഡാണ് ഇപ്പം ഞാനും യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ഇങ്ങനെ ഡ്രസ്സൊന്നും ബ്രാൻഡഡ് അല്ല, ഞാനിങ്ങനെ ഷൂസൊക്കെ ഞാനും ബ്രാൻഡഡ് യൂസ് ചെയ്യും. എനിക്ക് വാങ്ങിത്തരും കേട്ടോ, നിർബന്ധിക്കും വാങ്ങുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കും. അത് കേൾക്കുമ്പോൾ വാങ്ങാൻ തോന്നും കേട്ടോ. ഇപ്പം എന്നോടും നിർബന്ധിച്ചു, പക്ഷേ ഞാൻ വാങ്ങിയില്ല. കാരണം ഇത് അത്യാവശ്യം വിലയുണ്ട്, ഇനി ഞാനും കൂടെ വാങ്ങിയാൽ നമ്മുടെ പോക്കറ്റ് കീറി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഞാൻ പറയും അടുത്ത ബഡ്ജറ്റിൽ വാങ്ങാം. അപ്പോൾ ഏട്ടൻ വാങ്ങണ കാണുമ്പോൾ നമുക്കും കൊതിയാവും. ബ്രാൻഡഡൊക്കെ ഇട്ടിങ്ങനെ പോകുന്നൊരു വേറൊരു സ്റ്റൈലല്ലേ, വേറൊരു ലുക്കല്ലേ, ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ ബ്രാൻഡഡ് ഇട്ടിട്ട് പോകുന്നത്. അത് വേറൊരു സുഖം തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് ഞാൻ വേദയും ഇറങ്ങി കേട്ടോ. ഏട്ടൻ വാങ്ങിയിട്ട് വരട്ടെ എന്ന് കരുതി ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. നിന്നാൽ ചിലപ്പോൾ വാങ്ങിപ്പോവും, പക്ഷേ അത് നമുക്ക് ശരിയാവുന്ന കാര്യമല്ല. അങ്ങനെ നമ്മൾ പൈസ ലാവിഷാക്കാൻ പാടില്ല. ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്നിപ്പം നിറയെ എനിക്ക് കമൻസ് ആയിരിക്കും, അവൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഓരോന്ന് പറയുകയും കാണിക്കുകയും ചെയ്യുന്നു, നമുക്കൊന്നും ഇത് അറിഞ്ഞൂടാത്ത പോലെ. അതുകൊണ്ടല്ല ഏട്ടാ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, വീഡിയോ എടുത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാര്യങ്ങളൊന്നും പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ പൊങ്ങച്ചമൊന്നും കാണിച്ചതല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ലുലുവിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.